മൂന്നാമത്തെ കാർഡ് എന്ന് പറയുന്നത് ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഇതിലെന്ന് വെച്ചെങ്കിൽ ഒരു ബന്ധത്തിൽ ഒരാൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കുകയും മറ്റേ ആൾ വളരെയധികം ശ്രദ്ധിക്കാതിരിക്കുന്ന ഒരു സാഹചര്യമാണ് പറയുന്നത്. അതായത് ഒരാൾ അമിതമായിട്ട് കെയർ ചെയ്യുന്നുണ്ട്, മറ്റൊരാൾക്ക് അത് നോക്കാനോ അല്ലെങ്കിൽ അതിൽ ശ്രദ്ധ ചെലുത്താനോ ഉള്ളൊരു ടൈം കാര്യങ്ങളൊന്നുമില്ല. അല്ലെങ്കിൽ അസൂയ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു ഈഗോ, അമിതമായിട്ടുള്ള കരുതൽ, സംശയങ്ങൾക്ക് ഇടയാക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ, കാരണം വെറുതെ സംശയിക്കുന്ന രീതിയിൽ, അതുകൊണ്ടായിരിക്കും നിങ്ങളെ ഒരുപക്ഷെ അവർ കെയർ ചെയ്യാതിരിക്കുന്നത്. അപ്പോൾ അമിതമായിട്ടുള്ള കെയറിങ് ഒരുപക്ഷെ സംശയത്തിലേക്ക് എത്തിക്കും. അപ്പോൾ അമിതമായിട്ടല്ല, ആവശ്യത്തിന്. നിങ്ങൾക്കിടയിലുള്ള നേരത്തെ 2 കാർഡുകൾ എടുത്തപ്പോഴും അങ്ങനെ തന്നെയാണ് കണ്ടത്. സംശയങ്ങൾക്കുള്ള കാരണങ്ങൾ കൊണ്ടാണ് നിങ്ങൾ അകൽച്ചയിൽ ഇപ്പം നിൽക്കുന്നത്. കൃത്യമായിട്ടുള്ള ആശയവിനിമയമില്ല, അത് എന്തെങ്കിലും ആയിക്കോട്ടെ, അവരുടെ കാര്യമില്ല, അങ്ങനെയുള്ള രീതിയിലൊക്കെ നിങ്ങൾ നിൽക്കാതിരിക്കുക. നിങ്ങളെ ആഗ്രഹിക്കുന്നവർ, നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നവർ, നിങ്ങൾക്കൊപ്പം തന്നെയാണെന്ന് വിചാരിക്കുക. അപ്പോൾ അവരുടെ കാര്യങ്ങൾ വളരെയധികം നല്ല രീതിയിൽ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പിരിമുറുക്കമുള്ള സമയത്തൊക്കെയാണെങ്കിൽ അവരുമായിട്ട് സംസാരിക്കുക. ചിലപ്പോൾ നിങ്ങൾ സാമ്പത്തികമായിട്ടോ അല്ലെങ്കിൽ കുടുംബത്തെ നോക്കാനുള്ള നെട്ടോട്ടത്തിലോ പിരിമുറുക്കത്തിലോ ഒക്കെ ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. പക്ഷേ അത്തരം സാഹചര്യങ്ങളെയൊക്കെ നല്ല രീതിയിൽ അതിജീവിക്കണം. സ്വന്തം ആവശ്യങ്ങളും വികാരങ്ങളും ഒക്കെ അവഗണിക്കാതിരിക്കാനായിട്ടാണ് ഈ ഒരു കാർഡ് നിങ്ങളെന്നെ സൂചിപ്പിക്കുന്നത്. നമ്മളുടെ ആവശ്യങ്ങൾ പോലെ തന്നെയാണ് നമ്മളുടെ വികാരങ്ങളും വിചാരങ്ങളും. അപ്പോൾ ഒന്നിനും ഒരു ഉഴപ്പ് കാണിക്കരുത്. 2 വ്യക്തികൾ തമ്മിൽ കണക്റ്റഡ് ആയിട്ടുള്ള വ്യക്തികളായിരിക്കും, പക്ഷെ അവർ തമ്മിൽ ഒരു തരത്തിലുള്ള ബന്ധമില്ലാതെ ഓക്കെ അങ്ങനെ പറഞ്ഞിരിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു ഈഗോ അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങളെ എല്ലാം മറന്ന് ഇനി മുതൽ അതൊന്നുമില്ല, നമ്മുടെ ലൈഫിൽ കുറച്ചും കൂടി കണക്റ്റഡ് ആയിരിക്കണം എന്ന് വെച്ചാൽ സ്നേഹിക്കുക, നല്ല ഭക്ഷണങ്ങൾ ഉണ്ടാക്കുക, നല്ല പുറത്തു പോവുക, നല്ല ഡ്രസ്സ് ചെയ്യുക, അങ്ങനെ നല്ല രീതിയിൽ പരസ്പരം കെയർ ചെയ്ത് ഇഷ്ടപ്പെട്ടിട്ട് നിങ്ങൾ ജീവിക്കുക. അപ്പോൾ നല്ല രീതിയിൽ കണക്റ്റഡ് ആക്കാനായിട്ട് നിങ്ങൾക്ക് പറ്റും. കാരണം നിങ്ങൾ ആശയവിനിമയം ഇല്ലാത്തതാണ് നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ ആ കണക്ഷൻ എവിടെയാണെന്നാണോ 2 പേരുടെ ഈഗോ, അതാണ് ഇതിൽ കാണിക്കുന്നത്. അപ്പോൾ അത് നല്ല രീതിയിൽ മാറാനായിട്ട് നോക്കുക. അതുപോലെ തന്നെ പരസ്പരം പിന്തുണയാവേണ്ട ആൾക്കാരാണ് നിങ്ങൾ നിൽക്കുന്നത്. ഇതിൽ ശ്രദ്ധ ചെലുത്തണം. അതായത് പരസ്പരം ശ്രദ്ധിക്കാനുള്ള ആൾക്കാരാണ് നിങ്ങൾ. അവർ പരസ്പരം അകന്നു നിന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഒന്നും എവിടെ എത്താൻ പോകുന്നില്ല. നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്യുന്നവരാണെങ്കിലും ഒന്നും എവിടെ എത്താനൊന്നും പോകുന്നില്ല. കാരണം നിങ്ങൾ എവിടെയും കണക്റ്റഡ് ആവാതെ നിൽക്കും. അപ്പോൾ അങ്ങനെ ചെയ്യരുത്. കാരണം കുട്ടികളൊക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ലൈഫ് ഇനിയും അവർക്ക് മുന്നിലേക്ക് ഉള്ളതാണ്. നിങ്ങൾ 2 പേരെ ഇഷ്ടം കൊണ്ട് മാത്രം ആ ഒരു കുഞ്ഞുങ്ങളുടെ ലൈഫ് ഇല്ലാതാക്കരുത്. ഈഗോ കാര്യങ്ങളൊക്കെ കളഞ്ഞ് നല്ല രീതിയിൽ കണക്റ്റഡ് ആവുക, നല്ല രീതിയിൽ സ്നേഹിക്കുക, ചെറിയ തമാശകളൊക്കെ പറയുക. അത് വലിയ സന്തോഷങ്ങളുണ്ടാക്കും. അപ്പോൾ ഇത് നിങ്ങളായിട്ട് കണക്റ്റഡ് ആവുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.